ഹലോ എവ്രി വൺ. ഒരു കാറിൽ പുറത്തു പോയാൽ നമ്മൾ നേരിടുന്ന മെയിൻ പ്രശ്നമാണ് പാർക്കിംഗ്. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും വേറൊരു വണ്ടിക്കാരൻ പാർക്ക് ചെയ്യും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ. അതുപോലൊരു പ്രശ്നമാണ് ഇവിടെയും സംഭവിച്ചത്. ഒരു വീടിന്റെ മേലെയും താഴെയും താമസിക്കുന്ന രണ്ട് താമസക്കാർ തമ്മിൽ കാർ പാർക്കിങ്ങിനായി പ്രശ്നമുണ്ടാക്കുന്നു. ഒന്ന് വിട്ടുകൊടുക്കാൻ രണ്ടു പേരുടെയും ഈഗോ അനുവദിക്കുന്നുമില്ല. 2023 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ പാർക്കിംഗ് എന്ന തമിഴ് മിസ്റ്ററി സിനിമയാണ് ഇന്ന് നമ്മളുടെ ചാനലിലൂടെ കാണാൻ പോകുന്നത്. ആ താമസക്കാർ തമ്മിൽ എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടായത്, പ്രശ്നങ്ങൾ സോൾവ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് കേട്ടുനോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ. വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ നായകൻ ഈശ്വറിനെയാണ് കാണിക്കുന്നത്. ഈശ്വർ അവിടെ അടുത്തുള്ള ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ജോലിക്ക് പോകാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു വീട് നോക്കാൻ വന്നിരിക്കുകയാണ്. ബ്രോക്കറും വീടും വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈശ്വറിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പകലിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമേ ഇല്ല, അല്ലാതെ തന്നെ സൺലൈറ്റ് നല്ലപോലെ വരും. പെയിന്റ് അടിച്ചതാണ്, നല്ല എയർ വെന്റിലേഷനും ഉണ്ട്. ഈ വീടിന്റെ താഴെയുള്ള പോർഷനിലുള്ളവരും ഇവിടെ 10 വർഷമായിട്ട് താമസിക്കുന്നവരാണ്. നിങ്ങൾക്ക് നല്ലൊരു കൂട്ടായിരിക്കും എന്നൊക്കെ പറയും. ഈശ്വർ അവിടെയെല്ലാം ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ഈശ്വറിന്റെ ഭാര്യ ആതിക കോൾ ചെയ്ത് വീട് റെഡിയായോ എന്ന് ചോദിക്കും. അതിന് ഈശ്വറും വീട് കുറച്ച് പഴയതാണ്, എന്നാലും ഇതുവരെ കണ്ടതിൽ വെച്ച് ബെറ്ററാണ്. താഴെയും ഒരു ഫാമിലി ഉണ്ട്, നിന്റെ സേഫ്റ്റിയും നോക്കണമല്ലോ എന്ന് പറഞ്ഞതിന് ആദ്യം വീടിന്റെ ഫോട്ടോസ് വാട്സപ്പ് ചെയ്യാൻ പറയും. അവനും വീടിന്റെ ഫോട്ടോ എടുത്ത് അയക്കും. അങ്ങനെ ഒരു ഞായറാഴ്ച രാവിലെ എല്ലാവരും അവരവരുടെ ജോലിയിൽ തിരക്കിലാണ്. കുറച്ച് കുട്ടികൾ അവിടെ റോഡിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അന്ന് തന്നെയാണ് ഈശ്വറും വൈഫും ആ പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറുന്നത്. അവരുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വറിന്റെ ഭാര്യ ആദി 5th മന്ത് പ്രഗ്നന്റ് ആണ്. ആദി പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഈശ്വർ അവളോട് കൂടുതൽ കെയർ എടുക്കുന്നുണ്ട്. സത്യത്തിൽ ആദി ഒരു കോളേജ് പ്രൊഫസറാണ്. പ്രഗ്നന്റ് ആയതുകൊണ്ട് ലീവാണെന്ന് മാത്രം. അങ്ങനെ സാധനങ്ങൾ ഇറക്കി വെച്ചവർക്ക് പണം കൊടുത്ത് പറഞ്ഞയക്കും. അപ്പോൾ ആദ്യം സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിന് മുൻപ് താഴെയുള്ള വീട്ടുകാരെ പോയി പരിചയപ്പെടാമെന്നും പറഞ്ഞ് രണ്ടുപേരും താഴെയുള്ള വീട്ടിലേക്ക് പോവും. കോളിംഗ് ബെൽ അടിച്ചതും അപർണ എന്ന പെൺകുട്ടിയാണ് വന്ന് വാതിൽ തുറന്നത്. ഇവരും ഇവരെ പരിചയപ്പെടുത്തി മേലെയുള്ള പുതിയ താമസക്കാരാണെന്ന് പറഞ്ഞതും അപർണയുടെ അച്ഛൻ ഇളംപരുതി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അയാളപ്പോൾ ഒരു റേഡിയോ റിപ്പയർ ചെയ്യായിരുന്നു. അതെടുത്തു വെച്ച് അവരെ സ്വീകരിച്ചിരുത്തി ചായ കൊടുത്തു. പരുതി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. പഞ്ചായത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ആദ്യ പരുതിയുടെ ഭാര്യ സെൽവിയോടും മകളോടും സംസാരിക്കും. പരുതിയും ഈശ്വറിനോട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഏത് സമയത്തും എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയും. അതിന് ഈശ്വറും ഓക്കെ പറയും. അതിനുശേഷം മേലെ വീട്ടിലേക്ക് വന്ന് തിങ്സ് എല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വറിന്റെ അമ്മ ആദ്യയെ കോൾ ചെയ്ത് നീ ജോലിയൊന്നും ചെയ്യണ്ട, എല്ലാം അവൻ ചെയ്തോളും, നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വർ വന്ന് ആദിയുടെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങും. എന്നിട്ട് അമ്മയോട് ഈ ഫോണിൽ സംസാരിക്കുന്നതിന് പകരം നേരിൽ വന്നൂടെ എന്ന് ചോദിക്കും. അമ്മയും അച്ഛനെ തനിച്ചാക്കി എങ്ങനെ വരാനാ, ആദിയുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഈശ്വർ കോള് കട്ട് ചെയ്യും. അപ്പോൾ ആദിയും ഞാൻ പ്രഗ്നന്റ് ആയിട്ട് എൻ്റെ വീട്ടുകാരൊന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് പറയും. അതിന് ഈശ്വറും അതെല്ലാം കുഞ്ഞ് വന്ന ശേഷം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിക്കും. ആക്ച്വലി ഇവർ രണ്ടുപേരും സ്നേഹിച്ച് വീട്ടിൽ നിന്ന് ഓടി വന്ന് കല്യാണം കഴിച്ചവരാണ്. സോ ആതികയുടെ വീട്ടുകാർ ഇപ്പോഴും ദേഷ്യത്തിലാണ്. അതിനുശേഷം പിറ്റേ ദിവസം പരുതി ജോലിക്ക് പോകാൻ വേണ്ടി അയാളുടെ പഴയ സ്പ്ലെൻഡർ ബൈക്ക് തുടച്ച് ഓഫീസിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ മേലേന്ന് ഈശ്വറും ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി താഴേക്ക് വരും. കറക്റ്റ് ടൈമിന് തന്നെ ക്യാബും വരും. ഇത് കണ്ട പരുതിയും എപ്പോഴും ക്യാബിനെ വിശ്വസിക്കരുത്, പെട്ടെന്നെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനൊരു ബൈക്ക് വാങ്ങിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കും. ഈശ്വറും നോക്കാമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോവും. ആ സമയം അവിടേക്ക് പരുതിയുടെ അളിയൻ വന്ന് അമ്പലത്തിലെ പ്രസാദം കൊടുത്ത് ദേവിനഗർ പബ്ലിക് ടോയ്ലറ്റിന്റെ കോൺട്രാക്ട് ഇത്തവണ വേറെ ആർക്കോ കൊടുത്തല്ലേ എന്ന് ചോദിക്കും. അതിന് പരുതിയും ടെൻഡറിൽ കൊട്ടേഷൻ മര്യാദയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് ആ കോൺട്രാക്ട് കിട്ടിയേനെ, മര്യാദയ്ക്ക് കൊട്ടേഷൻ കൊടുക്കാത്തതിൽ ഞാൻ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് മകളെയും വിളിച്ച് ബൈക്കിൽ കയറ്റി അവിടുന്ന് പോവും. പരുതി ഓഫീസിലേക്ക് വന്നതും KB കൺസ്ട്രക്ഷൻസിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ വന്ന് ഇയാളോട് സർ, ഞങ്ങളുടെ കമ്പനി ഫയൽസ് ഒന്ന് പെട്ടെന്ന് നോക്കി തീർത്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു, എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, കണ്ടറിഞ്ഞ് ചെയ്തോളാം എന്ന് പറഞ്ഞതും പരുതി അയാളെ ചീത്ത പറഞ്ഞ് പുറത്താക്കും.
കാരണം കൈക്കൂലി വാങ്ങുന്നത് അയാൾക്ക് തീരെ ഇഷ്ടമല്ല. എപ്പോഴും സത്യസന്ധതയോടെയാണ് ജോലി ചെയ്യുന്നത്. ഇപ്പുറത്ത് ഈശ്വറിന് അവന്റെ ആ ഓഫീസിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഹെഡ് അവന്റെ ടീം മെമ്പേഴ്സിനെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും. അതിനുശേഷം ഒരു സോങ് ആണ്. അതിൽ ഈശ്വർ ഭാര്യയെ കെയറിംഗ് ആയിട്ട് നോക്കുന്നതും പരുതി ആൻഡ് ഫാമിലിയോട് നല്ല രീതിയിൽ പെരുമാറുന്നതും കൊളീഗ്സിന്റെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കുന്നതുമൊക്കെ കാണിക്കുന്നുണ്ട്. ആദി പരുതിയെ അച്ഛ എന്നും സെൽവിയെ അമ്മ എന്നും വിളിക്കുന്ന അത്രയും ക്ലോസ് ആയി. അവരും സ്വന്തം മകളെ പോലെ തന്നെയാണ് ആദിയെ കാണുന്നത്. അങ്ങനെ ഒരു ദിവസം ആദിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ക്യാബിന് അരമണിക്കൂറായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം വരുന്ന വഴി കാറ് പഞ്ചറായി എന്ന് വിളിച്ചു പറയും. അങ്ങനെ വേറെ വഴിയില്ലാതെ അവർക്ക് ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. ഓട്ടോയിൽ ഭയങ്കര കുലുക്കമായതുകൊണ്ട് ഈശ്വർ ഓട്ടോ ഡ്രൈവറിനോട് സൂക്ഷിച്ചു പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടറും ഇനി 2 മാസം കൂടിയേ ഉള്ളൂ ഡെലിവറിക്ക്, ഇനിയാണ് സൂക്ഷിക്കേണ്ടത്, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, മൈൻഡ് എപ്പോഴും റിലാക്സ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ പറഞ്ഞയക്കും. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ക്യാബിൽ വരുന്ന സമയത്ത് ഈശ്വർ ആദിയോട് നിന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ അല്ലേ എന്ന് ചോദിക്കും. അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ അവര് ഒരു ബ്ലൂ കളർ സ്വിഫ്റ്റ് കാർ വാങ്ങിയതാണ് കാണിക്കുന്നത്. എന്നിട്ട് ഷോറൂമിൽ നിന്നും കുറെ ഫോട്ടോസ് എല്ലാം എടുത്ത് ശേഷം ചെറിയൊരു റൈഡ് പോവും. രാത്രി പരുതിയുടെ വീട്ടില് പരുതിയും മകൾ അപർണയും ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സെൽവിയോട് അവരുടെ അനിയൻ വന്ന് കഴിഞ്ഞ കോൺട്രാക്റ്റോ എനിക്ക് തന്നില്ല, ഇനി വരുന്ന കോൺട്രാക്റ്റെങ്കിലും എനിക്ക് എടുത്ത് തന്നൂടെ, സാധാരണ ഒരു ക്ലർക്കിനെ അറിയാവുന്നവൻ പോലും ഇത് നന്നായി സമ്പാദിക്കുന്നുണ്ട്, അളിയൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ, എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം, ചേച്ചി അളിയനോട് പറഞ്ഞ് ആ വാട്ടർ ടാങ്കിന്റെ കോൺട്രാക്ട് എനിക്ക് വാങ്ങി തന്ന ഞാനും കുറച്ച് പൈസ ഉണ്ടാക്കില്ലേ എന്ന് പറയും. അപ്പോൾ ക്യാരംസ് കളിച്ചോണ്ടിരിക്കുക പരുതിയും ഇന്ന് ദോശയ്ക്ക് എന്താ ചട്നി എന്ന് ചോദിക്കും. സെൽവിയും തേങ്ങാ ചട്നിയാണ്, ഞാൻ തേങ്ങ ചിരവി എന്ന് പറഞ്ഞതും അതെടുത്ത് മാറ്റി വെച്ചിട്ട് തക്കാളി ചട്നി ഉണ്ടാക്കുക എന്ന് വിളിച്ചു പറയും. സെൽവിയും അനിയനോട് ഇവിടെ എന്ത് ചട്നി ഉണ്ടാക്കണം എന്നതുപോലും അങ്ങേരാണ് തീരുമാനിക്കുന്നത്, ഞാൻ എന്ത് പറയാനാണെന്ന് ചോദിക്കും. ആ സമയം ആദി പരുതിയുടെ വീട്ടിലേക്ക് വന്ന് പുതിയ കാറ് വാങ്ങിയെന്നും കാറ് നിർത്താൻ വേണ്ടി പരുതിയുടെ ബൈക്ക് ഒന്ന് സൈഡാക്കി നിർത്താമോ എന്നും ചോദിക്കും. ഇവര് കാറ് വാങ്ങിയത് കണ്ട് പരുതിയുടെ മുഖം ഒന്ന് മാറി. എന്നിട്ട് ബൈക്ക് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തും. ആ പാർക്കിങ്ങിൽ ഒരു കാറ് നിർത്താനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈശ്വർ കാർ പാർക്കിംഗ് ചെയ്തതും റെഡി ക്യാഷ് കൊടുത്തെടുത്തതാണോ എന്ന് പരുതി ചോദിക്കും. അതിന് ഈശ്വറും അല്ല, EMI ലോണിൽ എടുത്തതാണെന്ന് പറയും. എന്നിട്ട് പരുതിയും കാർ വാങ്ങിയ കാര്യം ഹൗസ് ഓണറിനോടൊന്ന് ഇൻഫോം ചെയ്യാൻ പറഞ്ഞതും ഈശ്വറും ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞിട്ടാണ് കാർ വാങ്ങിയതെന്നും പറയും. എന്നിട്ട് മേലെ വീട്ടിലേക്ക് പോവും. പിറ്റേന്ന് രാവിലെ സെൽവിയും പരുതിയോട് എന്തായാലും ഇവിടെ താമസിക്കാൻ വന്ന കുറച്ച് നാളുകൊണ്ട് തന്നെ അവർ കാറ് വാങ്ങിയല്ലോ എന്ന് പറയും. അതിന് പരുതിയും സ്വന്തം കാശ് കൊടുത്തല്ല ലോൺ എടുത്താണ് വാങ്ങിയതെന്ന് പറയും. സെൽവിയും ലോൺ എടുത്താൽ എന്താ, ഭാര്യ സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞതും എന്നാ പരുതി അത് കേട്ട ഭാവം നടിക്കാതെ ഓഫീസിലേക്ക് പോവാനായി ബൈക്ക് എടുക്കും. കാർ നിർത്തിയത് കൊണ്ട് പുറത്തേക്ക് പോകാൻ ചെറിയ ഗ്യാപ്പ് മാത്രമാണ് ഉള്ളത്. ആ ഗ്യാപ്പിലൂടെ പരുതി എങ്ങനെയൊക്കെയോ ബൈക്ക് പുറത്തേക്ക് എടുത്തിട്ട് പോവും. ഈശ്വർ പുതിയ കാറ് വാങ്ങിയത് കൊണ്ട് ഓഫീസിലെ എല്ലാവരും അവനോട് ട്രീറ്റ് ചോദിക്കും. അതിന് ഈശ്വരും ഇതെന്റെ വൈഫിന് വേണ്ടി വാങ്ങിയ കാറാണ്, അതുകൊണ്ട് ഫസ്റ്റ് അവളെ പുറത്ത് കൊണ്ടുപോയി ട്രീറ്റ് കൊടുക്കണം, നാളെ നിങ്ങൾക്ക് ട്രീറ്റ് തരാമെന്നും പറയും. വീട്ടിലെത്തിയ ഈശ്വർ കാർ സെന്ററിൽ പാർക്ക് ചെയ്തതുകൊണ്ട് ലേറ്റായി വന്ന പരുതി ഈശ്വറിനെ കോൾ ചെയ്ത് കാർ കുറച്ച് സൈഡിലേക്ക് വെച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ സ്കൂട്ടർ പാർക്ക് ചെയ്യാമായിരുന്നു എന്ന് പറയും. ഈശ്വരും വന്ന് കാർ സൈഡിലേക്ക് ഒതുക്കി പാർക്ക് ചെയ്ത് സോറി സർ, നാളെ മുതൽ ഇങ്ങനെ പാർക്ക് ചെയ്തോളാമെന്നും പറയും. അതിന് പരുതിയും നോ പ്രോബ്ലം എന്ന് പറയും. നെക്സ്റ്റ് ഡേ ഈശ്വർ അവന്റെ കാർ കഴുകാൻ വേണ്ടി ഒരു പയ്യനോട് വരാൻ പറയും. അവനെ കാണാൻ മുടിയൊക്കെ നീട്ടി ഒരു ഫ്രീക്കനായിരുന്നു. ഇവനെ കണ്ടതും പരുതിക്ക് അവന് വലിയ ഇഷ്ടമായില്ല. കാരണം പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വീട്ടിലുണ്ട്. ഇവനെ പോലുള്ളവന്മാരെയൊക്കെ എങ്ങനെ വിശ്വസിച്ച് കോമ്പൗണ്ടിനകത്തേക്ക് കയറ്റും എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അന്ന് രാത്രി പരുതി ബൈക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് കാറിൽ ലൈറ്റായിട്ട് തട്ടും. കാറിന്റെ പെയിന്റ് പോയി, ഒരു ലൈനും വീണു. എന്നാ അത് പരുതി ശ്രദ്ധിച്ചില്ല. പിറ്റേന്ന് ഈശ്വർ കാർ എടുക്കാൻ വരുന്ന സമയത്ത് വണ്ടി കഴുകുന്ന പയ്യൻ ഇത്ര പെട്ടെന്ന് കാറിൽ വര വീഴ്ത്തിയോ എന്ന് ചോദിക്കും. ഈശ്വരും അതെവിടുന്ന് പറ്റിയെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പരുതി അവിടേക്ക് വന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കും. ഈശ്വറും കാറിൽ ലൈൻ വീണ കാര്യം പറയും. അപ്പോഴാണ് പരുതിയുടെ ബൈക്കിൽ കാറിന്റെ പെയിന്റ് ആയത് ഈശ്വർ കണ്ടത്. എന്നിട്ട് സർ, നിങ്ങളുടെ ബൈക്കാണ് തട്ടിയത്, കാറിന്റെ പെയിന്റ് ബൈക്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയും. പരുതിയും അയ്യോ ഞാൻ കണ്ടില്ല,
അറിയാതെ സംഭവിച്ചതാണ്. ഇതിനെത്ര പണം ചെലവാകുമെന്ന് പറഞ്ഞാൽ ഞാൻ അത് തന്നേക്കാമെന്ന് പറയും. അതിന് ഈശ്വറും അത് സാരമില്ല സാർ, അടുത്ത തവണ ബൈക്ക് വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാ മതി, ഇത്ര കെയർലെസ് ആവരുത് എന്ന് പറയും. ഇപ്പൊ പെട്ടെന്ന് പരുതിക്ക് ദേഷ്യം വന്ന് അടുത്ത തവണ വണ്ടി വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കണമെന്ന് പറഞ്ഞത് ഓക്കെ, എന്നാൽ കെയർലെസ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ ചെറിയ ഗ്യാപ്പിൽ വണ്ടി ഇറക്കാനും കയറ്റാനും ഞാൻ എന്നും കഷ്ടപ്പെടുകയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ വണ്ടി സൈഡാക്കി പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കും. ഈശ്വറും സൈഡിലേക്ക് നിർത്തിയാൽ എനിക്ക് വണ്ടി പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ലൈനൊക്കെ ഉണ്ടാകുമെന്ന് പരുതിയും പറയും. ഇത് കേട്ട ഈശ്വറും എന്താ സർ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കാറും എടുത്ത് പോവും. ഓഫീസിലേക്ക് വന്നതിന് ശേഷവും ഈശ്വർ പരുതി സംസാരിച്ചതിനെ കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നു. അന്ന് രാത്രി പരുതി ജോലി കഴിഞ്ഞ് വന്ന് ബൈക്ക് പാർക്ക് ചെയ്ത് ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈശ്വരും വരും. കുറച്ചു നേരം ഒന്ന് ആലോചിച്ച ശേഷം പരുതി ഗേറ്റ് തുറന്നു കൊടുക്കും. ഈശ്വറും കാറ് പാർക്ക് ചെയ്തിട്ട് രാവിലെ സംഭവിച്ചതിന് സോറി, സാറ് മദ്യപിക്കോ എന്ന് ചോദിക്കും. അതിനുശേഷം ഈശ്വരും പരുതിയും ടെറസിലിരുന്ന് മദ്യപിക്കും. എന്നിട്ട് ഈശ്വർ എന്തിനാ സാർ ഇത്ര പിശുക്കരായി ജീവിക്കുന്നത്, ആ പഴയ സ്കൂട്ടർ കൊടുത്ത് പുതിയൊന്ന് വാങ്ങിക്കൂടെ എന്ന് ചോദിക്കും. അതിന് പരുതിയും 4 തവണ കിക്കർ അടിക്കുന്നത് കഷ്ടപ്പാട് വിചാരിച്ച് എന്തിനാണ് ആവശ്യമില്ലാത്ത ചെലവുകൾ വിളിച്ചു വരുത്തുന്നത്, ഇത് സേവിങ്സ് ആണ്, എനിക്കൊരു മകളില്ലേ, അവളുടെ കല്യാണം നടത്തണ്ടേ, അതിനെല്ലാം ഒരുപാട് ചെലവുകളുണ്ട് എന്ന് പറയും. ഈശ്വറും അതിന് കല്യാണം എപ്പോഴും ലക്ഷറി ആയിട്ട് നടത്തണം എന്ന് കരുതരുത്, ഞങ്ങളുടെ കല്യാണം പോലും രജിസ്റ്റർ ഓഫീസിലാണ് കഴിഞ്ഞത് എന്ന് പറയും. അപ്പൊ പരുതിയും എന്റെ മകളപ്പോ ഒളിച്ചോടി കല്യാണം കഴിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്, എന്റെ പ്രായത്തിന് നിന്റെ കൂടെയെല്ലാം മദ്യപിക്കാമെന്ന് കരുതിയല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവും. നെക്സ്റ്റ് ഡേ പരുതി ജോലിക്ക് പോകാനായി വണ്ടി എടുക്കാൻ നോക്കിയപ്പോ കാർ കഴുകുന്ന പയ്യൻ സ്കൂട്ടർ പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത പോലെ നിർത്തി കാർ കഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ട പരുതി നേരെ മേലെ ഈശ്വറിന്റെ വീട്ടിലേക്ക് ചെന്ന് വണ്ടി മാറ്റി തരാൻ പറയും. ഈശ്വർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കൊണ്ട് സാർ ഒരു 5 മിനിറ്റ് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എന്നിട്ട് വരാമെന്നും പറയും. എന്നാൽ അത്രയ്ക്കും ക്ഷമ പരുതിക്കില്ലാത്തത് കൊണ്ട് വീണ്ടും വിളിച്ചോണ്ടിരുന്നു. ഈശ്വറും ദേഷ്യപ്പെട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ വണ്ടി മാറ്റി തരുള്ളൂ എന്ന് തീർത്തും പറഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിക്കാനിരുന്നു. അതിൽ ദേഷ്യം വന്ന പരുതിയും അന്ന് ബൈക്ക് എടുക്കാതെ നടന്ന് ഓഫീസിലേക്ക് പോവും. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് പരുതി വേഗം വീട്ടിലേക്ക് വന്ന് ഈശ്വർ വണ്ടി നിർത്തരുതെന്ന് കരുതി ബൈക്ക് പോർച്ചിന്റെ നടുവില് സെന്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് പോവും. ഈശ്വർ വന്നതും രാത്രി ലേറ്റ് ആയതുകൊണ്ട് പരുതിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ട എന്ന് കരുതി പരുതിയുടെ ബൈക്ക് എടുത്ത് ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്ത് സൈഡ് സ്റ്റാൻഡും ഇട്ട് കാറും പാർക്ക് ചെയ്ത് ഗേറ്റ് അടച്ച് മേലെ വീട്ടിലേക്ക് പോവും. സൈഡ് സ്റ്റാൻഡ് ഇട്ട ബൈക്ക് കുറച്ച് സമയം കൊണ്ട് താഴെ വീണു. ഇത് ഈശ്വർ ശ്രദ്ധിച്ചതുമില്ല. രാവിലെ പരുതി എഴുന്നേറ്റ് പുറത്ത് വന്ന് നോക്കിയതും ബൈക്ക് വീണ് കിടക്കുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് ഈശ്വറിനോട് പോയി വഴക്കുണ്ടാക്കും. നീ വേണമെന്ന് വെച്ചാണ് എന്റെ ബൈക്ക് തള്ളിയിട്ടത് എന്ന് പറയും. എന്നാൽ ഈശ്വർ അതവൻ ചെയ്തതല്ല എന്ന് എത്ര പറഞ്ഞിട്ടും പരുതി അത് മനസ്സിലാക്കുന്നില്ല. രണ്ടുപേരും തമ്മിൽ വലിയ വഴക്കായി. ഇതവിടെയുള്ള വീട്ടുകാരും നാട്ടുകാരും എല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. 2 ആൾക്കാരുടെ ഭാര്യമാരും ഇവരെ എങ്ങനെയൊക്കെയോ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവും. ഈ സംഭവം ഹൗസ് ഓണറിന്റെ അടുത്തുമെത്തി. രാത്രി ഹൗസ് ഓണർ വന്ന് കാർ പോർച്ച് എന്നത് കാർ നിർത്താനുള്ളതാണ്, ബൈക്കിനല്ല എന്ന് ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കും. അതിനുശേഷം പരുതി ഹൗസ് ഓണർ പറഞ്ഞത് തന്നെ ആലോചിച്ച് പിറ്റേന്ന് തന്നെ റെഡി ക്യാഷ് കൊടുത്ത് പുതിയൊരു സ്വിഫ്റ്റ് കാർ വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിടും. ഇത് കണ്ട സെൽവിയും ഒരു മിക്സിയുടെ ജാർ മാറ്റി വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ആളാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാർ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് ദേഷ്യപ്പെട്ട് പറയും. എന്നാൽ അതിനെക്കുറിച്ചൊന്നും പരുതി ആലോചിക്കുന്നില്ല. രാത്രി ഈശ്വർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ പരുതിയുടെ കാർ പോർച്ചിൽ നിർത്തിയിട്ടത് കാണും. പരുതിയും വന്ന് ഇനി മുതൽ നിന്റെ കാർ പുറത്ത് പാർക്ക് ചെയ്താൽ മതിയെന്നും പറഞ്ഞിട്ട് പോവും. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഈശ്വറും കാർ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യും. എന്നിട്ട് ഇയാളെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പിറുപിറുത്തുകൊണ്ട് ഈശ്വർ ബീർ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഉണങ്ങാനിട്ടിരിക്കുന്ന തുണി എടുക്കാമെന്ന അപർണയും ഈശ്വറിനോട് ചേട്ടാ അച്ഛൻ ഇതെല്ലാം ഈഗോയുടെ പുറത്താണ് ചെയ്യുന്നത്, അച്ഛനോട് ക്ഷമിക്കണമെന്ന് പറയും. ആ സമയം പരുതിയും അവിടേക്ക് വന്ന് നീ എന്തിനാ ഇവനോടൊക്കെ സംസാരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ച് അപർണയെ പിടിച്ചു വലിച്ചു കൂട്ടിക്കൊണ്ടു പോവും. നെക്സ്റ്റ് ഡേ ഈശ്വർ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി കാർ എടുക്കാൻ നോക്കിയപ്പോൾ അതിലെ മൊത്തം ഡസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കൂടെ കാക്കയും കാഷ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഈശ്വർ കാറ് കഴുകിയിട്ട് എടുത്തിട്ട് പോവും.
അങ്ങനെ എല്ലാ ദിവസവും ഈശ്വർ വരുന്നതിന് മുൻപ് പരിധി വന്ന് കാറ് പാർക്ക് ചെയ്യും. ഇത് തുടർന്നപ്പോൾ ഒരു ദിവസം ഈശ്വർ ഓഫീസിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് നേരത്തെ വന്ന് കാർ പോർച്ചിൽ പാർക്ക് ചെയ്യും. ജോലി കഴിഞ്ഞ് വന്ന പരിധിക്കും ഇത് കണ്ട് ദേഷ്യം വന്നു. പിറ്റേ ദിവസം പരിധി ലഞ്ച് ടൈമിന് വന്ന് കാറ് പാർക്ക് ചെയ്യും. അങ്ങനെ രണ്ടുപേരും ആദ്യം പാർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യും. ഒരു ദിവസം രണ്ടുപേരും ഒരേ സമയത്ത് വരും. അന്നും സെൽവി ഗേറ്റ് തുറന്നതും ഈശ്വർ ആദ്യം കൊണ്ടുപോയി പാർക്ക് ചെയ്യും. എന്നാൽ ഈശ്വറിന്റെ കാറിന്റെ റൈറ്റ് സൈഡ് മിറർ അവിടെ മതിലിൽ തട്ടി പൊട്ടിപ്പോവുകയും ചെയ്യും. അന്ന് പരിധിയുടെ കാറ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യും. അടുത്ത ദിവസം രാവിലെ ഈശ്വർ ഓഫീസിൽ പോകണമെങ്കിൽ എന്തായാലും കാറ് പുറത്തേക്ക് എടുക്കണം. ആ സമയം കാറ് പോർച്ചിലേക്ക് ഇടാമെന്ന് കരുതി പരിധി വെയിറ്റ് ചെയ്യുമ്പോൾ ഈശ്വർ അവന്റെ കാർ എടുക്കാതെ ഓഫീസിലേക്ക് ക്യാബിൽ പോവും. ഈ ഒരു സംഭവം പരിധി പ്രതീക്ഷിച്ചിരുന്നില്ല. സോ ഇനി എങ്ങനെ ഈശ്വറിനെ കൊണ്ട് കാറ് പുറത്തേക്ക് എടുപ്പിക്കും എന്നാലോചിച്ച് പരിധി വെള്ളത്തിന്റെ മോട്ടർ കേടാക്കി. മോട്ടർ കാറിനടിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണുള്ളത്. നെക്സ്റ്റ് ഡേ ഇലക്ട്രീഷ്യൻ വന്നതും മോട്ടർ റിപ്പയർ ചെയ്യണമെങ്കിൽ കാർ എടുത്ത് മാറ്റണമെന്ന് പറയും. ഈശ്വറും കാർ പുറത്തേക്കെടുത്ത് മോട്ടോർ റിപ്പയർ ചെയ്യുന്നത് വരെ കാറിൽ തന്നെ വെയിറ്റ് ചെയ്തു. സമയം വൈകുന്നത് കണ്ട് ഈശ്വറിന് ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് കാർ എടുത്ത് ഓഫീസിലേക്ക് പോവും. അതിനു വേണ്ടി തന്നെയാണല്ലോ പരിധി ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈശ്വർ പോയതും ഇലക്ട്രീഷ്യനോട് പെട്ടെന്ന് ശരിയാക്കാൻ പറയും. എന്നാൽ അയാൾ മോട്ടർ ശരിയാക്കി പോയതും പരിധി കാറ് പോർച്ചിലേക്ക് ഇടാൻ നോക്കിയപ്പോഴേക്കും ഈശ്വർ പെട്ടെന്ന് എവിടുന്നോ വന്ന് പോർച്ചിലേക്ക് കാറ് കയറ്റി പാർക്ക് ചെയ്യും. പരിധിയുടെ ബാലൻസ് തെറ്റി അയാളുടെ കാർ അവിടുത്തെ മതിലിൽ പോയി ഇടിക്കും. ഇതിൽ ദേഷ്യം വന്ന പരിധി റോഡ് സൈഡിലുള്ള ഒരു കല്ലെടുത്ത് ഈശ്വറിന്റെ കാറിന്റെ ബാക്ക് ഗ്ലാസ്സിലേക്ക് എറിഞ്ഞു പൊട്ടിക്കും. ദേഷ്യം വന്ന ഈശ്വറും പരിധിയെ പ്രായം നോക്കാതെ അടിക്കും. നാട്ടുകാരെല്ലാരും ചേർന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റും. വീട്ടിലേക്ക് വന്ന ആദ്യം ഈ വീട് നമുക്ക് വേണ്ട, വേറെ വീട് നോക്കാമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. ഇപ്പുറത്തെ ഓഫീസിലാണെങ്കിൽ ഈശ്വർ ശരിയായി ജോലി ചെയ്യാത്തതിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. പരിധിയുടെ വീട്ടിലേക്ക് അയാളുടെ അളിയൻ വന്ന് ഈശ്വറിനെ ആളെ വെച്ച് അടിക്കാമെന്ന് പറയും. അതിന് സെൽവിയും പോലീസ് കംപ്ലൈന്റ് കൊടുത്താൽ മതിയെന്ന് പറയും. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വളരെ മോശമായ രീതിയിൽ ഈശ്വർ അപർണയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. പോലീസും ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യും. അതിൽ ഈശ്വറും അപർണയെ ഞാൻ എൻ്റെ സഹോദരിയായിട്ടാണ് കാണുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതും അപർണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. അപർണയും വേറെ വഴിയില്ലാതെ പരിധി പറഞ്ഞു കൊടുത്തതുപോലെ പറയും. പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുൻപ് പരിധി അപർണയോട് അച്ഛന് വേണ്ടി നീ ഇത് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തത് കൊണ്ടാണ് അപർണ പോലീസ് സ്റ്റേഷനിൽ പരിധി പറഞ്ഞു കൊടുത്തതുപോലെ ഈശ്വറിന് എതിരായിട്ട് പറഞ്ഞത്. പോലീസുകാരും ഈശ്വറിനെ അടിച്ചൊരു പരുവമാക്കും. വീട്ടിലേക്ക് വന്ന അപർണയോട് അമ്മ സെൽവി അടിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോയതിന് പകരം ഇങ്ങനൊരു കേസിൽ നാണം കെട്ടി കംപ്ലൈന്റ് കൊടുത്തു വന്ന് നിൽക്കുന്നു. നിനക്ക് ബുദ്ധിയില്ലേ, നീ പഠിച്ച പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് സെൽവി അപർണയെ വഴക്ക് പറയും. അപർണയും കരഞ്ഞുകൊണ്ട് അച്ഛനാണ് എന്നെ കൺവിൻസ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോയത്, അച്ഛൻ ചത്തു കളയെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. സെൽവിയും അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ഇതുവരെ കൊണ്ട് എത്തിച്ചു, ഇപ്പൊ നിന്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. രാത്രി ആദിയും പരിധിയുടെ അടുത്ത് വന്ന് എന്നെ നിങ്ങളുടെ മോളെ പോലെ കരുതി കേസ് വിഡ്രോ ചെയ്യണമെന്ന് പറയും. എന്നാൽ പരിധി അതിനൊന്നും ചെവി കൊടുക്കാതെ അവരോട് പുറത്തു പോകാൻ പറയും. എന്നാൽ പിറ്റേ ദിവസം അപർണ അവൾക്ക് ഗിൽറ്റി ഫീൽ ഉള്ളത് കൊണ്ട് സ്റ്റേഷനിൽ പോയി കേസ് വിഡ്രോ ചെയ്യും. ഇതറിഞ്ഞ സെൽവിയുടെ ബ്രദറും ആരോട് ചോദിച്ചിട്ടാണ് അപർണ കേസ് വിഡ്രോ ചെയ്തത് എന്ന് പറഞ്ഞ് സെൽവിയോട് ബഹളമുണ്ടാക്കി. ഈശ്വർ വന്നതും അവന് റൗഡികളെ കൊണ്ടുവന്ന് അടിപ്പിക്കും. അടി ഉണ്ടാക്കണ്ട എന്ന് കരുതി ഈശ്വർ പോകാൻ നോക്കി. എന്ന ഒരു ഘട്ടത്തിൽ ഈശ്വറും അവരെ തിരിച്ചടിച്ച് ഒരു വഴിയാക്കി. ആ സമയം അവിടേക്ക് വന്ന ഹൗസ് ഓണറും ഈശ്വറിനെ കൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത്, സോ വീടൊഴിഞ്ഞു പോകാൻ പറയും. എല്ലാം കൊണ്ട് ഈശ്വർ ഒരു സൈക്കോ ആയി മാറി. എന്നിട്ട് പരിധിയെ തകർക്കാൻ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കും. അപർണയും പരിധിയോട് സംസാരിക്കുന്നത് തന്നെ നിർത്തി. ഒരുമിച്ച് ഭക്ഷണം പോലും കഴിക്കാതെയായി. ഇതെല്ലാം കണ്ട പരിധിയും നേരെ ആദിയുടെ അടുത്തേക്ക് വന്ന് ഞാൻ അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തത് തെറ്റാണ്, നിന്റെ ഭർത്താവ് എന്നെ അടിച്ചതിൻ്റെ ദേഷ്യത്തിനാണ് ഞാൻ അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തത്, സോറി എന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെ പരിധിയും ഓഫീസിൽ തിരക്കിട്ട ജോലി ചെയ്യുന്ന സമയത്ത് അസിസ്റ്റന്റിനോട് ഫാൻ ഇടാൻ പറയും. അസിസ്റ്റന്റും കറണ്ട് പോയതാണ്, ഇനി 6 മണിക്കേ വരുള്ളൂ എന്ന് പറയും. ആ സമയം ഒരു കവറും കൊണ്ട് ഈശ്വർ അവിടേക്ക് വരും. പരിധിയും ഈശ്വറിനെ അയാളുടെ ക്യാബിനിലിരുത്തും.
അപ്പോൾ ഈശ്വരും എനിക്ക് ഇത്ര വലിയൊരു അപമാനം തന്നില്ലേ, സാറിനത് ഞാൻ എന്തായാലും തിരിച്ചു തരുമെന്ന് പറഞ്ഞ് പരിധി അറിയാതെ അവിടെയുള്ള വേസ്റ്റ് ബിന്നിൽ ഈശ്വർ കൊണ്ടുവന്ന ഒരു കവർ ഇട്ടിട്ട് പോവും. കുറച്ച് സമയത്തിന് ശേഷം ഈശ്വർ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്, ഒരു പക്ഷേ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ വേസ്റ്റ് ബിന്നിൽ ഒരു പൊതി കാണും. അതെടുത്ത് നോക്കിയപ്പോൾ അതിൽ മൊത്തം പണമായിരുന്നു. ഇത് കണ്ടതും പരിധി ആകെ വിയർത്തു. എന്തായാലും ഇത് പുറത്തേക്ക് കളയാമെന്ന് കരുതി പുറത്ത് പോകുന്ന സമയത്ത് വിജിലൻസും അവിടേക്ക് വരും. ഇത് ഈശ്വർ ഇൻഫോം ചെയ്തതായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ പണം ഫാനിന്റെ മേലെ എടുത്തു വെക്കും. വിജിലൻസ് അകത്ത് വന്ന് പരിശോധിക്കാൻ ആരംഭിച്ചു. ഫാനിന്റെ സ്വിച്ച് ഓൺ ആയതുകൊണ്ട് കറണ്ട് എങ്ങാനും വന്ന പണം മൊത്തം പറക്കുമെന്ന പേടിയിൽ പരിധി ആകെ വിയർത്ത് നിൽക്കുകയാണ്. എന്നാൽ പരിധി വെള്ളം കുടിക്കാനെന്ന തക്കത്തിൽ പോയി ഫാൻ ഓഫ് ചെയ്തു. ഒരു കറപ്ഷനും കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് വിജിലൻസ് ഓഫീസറും പോകാൻ നോക്കുമ്പോൾ അസിസ്റ്റന്റ് വന്ന് സാർ കറണ്ട് വന്നു എന്ന് പറഞ്ഞ് പോയി ഫാൻ ഇടും. ഫാൻ കറങ്ങാൻ തുടങ്ങിയതും മേലെ വെച്ച പണം മൊത്തം കാറ്റിൽ പറന്ന് വിജിലൻസ് ഓഫീസറുടെ മുന്നിൽ തന്നെ പറന്നു വീണു. അങ്ങനെ കൈക്കൂലി വാങ്ങിയ കുറ്റത്തിന് പരിധിയെ അറസ്റ്റ് ചെയ്യും. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പരിധിയെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ പരിധിക്കുണ്ടായിരുന്ന ദേഷ്യം വീണ്ടും കൂടി. ഇതറിഞ്ഞ ആദിയും നീയല്ലേ ഇത് ചെയ്തത്, എനിക്കറിയാം അവർ കൈക്കൂലി വാങ്ങുന്ന ഒരാളല്ല എന്ന് പറയും. ഈശ്വരും ദേഷ്യം വന്ന് ആദിയോട് ദേഷ്യപ്പെടും. അന്ന് രാത്രി പരിധി ഈശ്വരനോടുള്ള ദേഷ്യത്തിന് ഈശ്വരന്റെ കാറിന്റെ ടയറിലെ ബോൾട്ടെല്ലാം ലൂസാക്കിയിടും. കാർ ഓടിച്ചു പോകുമ്പോൾ എവിടെയെങ്കിലും ആക്സിഡന്റ് ആയി മരിക്കട്ടെ എന്ന് കരുതി. എന്നാൽ പിറ്റേ ദിവസം ഈശ്വർ ആദിയെയും കൂട്ടിയാണ് പുറത്തേക്ക് പോയത്. അവർ റെഗുലർ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആദി കാറിലേക്ക് കയറുന്നത് കണ്ട പരിധിയും അവർ തടുക്കുമെന്ന് കരുതിയ അയാളുടെ ഈഗോ അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഈശ്വരും ആദിയും കാറിൽ പോകുന്ന സമയത്ത് ടയറ് ലൂസായി ആക്സിഡന്റ് ആയി. ഭാഗ്യം കൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. അവരവിടുന്ന് കാർ സർവീസിന് കൊടുത്ത് ആദിയെ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് മാരുതി സർവീസ് സെന്ററിൽ നിന്നും കോള് വന്നത്. എന്നിട്ട് ആ സ്റ്റാഫ് ഈശ്വറിനോട് ടയറിന്റെ എല്ലാ ബോൾട്ടും അഴിച്ചതുകൊണ്ടാണ് ടയർ ലൂസ് ആയതെന്ന് പറയും. അതിന് ഈശ്വറും ഞാൻ ടയർ അഴിച്ചു മാറ്റിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ സ്റ്റാഫും എന്നാ ആരോ വേണമെന്ന് വെച്ച് ചെയ്തതായിരിക്കും എന്ന് പറയും. അപ്പോഴാണ് ഈശ്വറിന് പരിധിയായിരിക്കും ഇത് ചെയ്തതെന്ന് തോന്നുക. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ബാറ്റും വാങ്ങി പരിധിയുടെ കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിക്കും. സെൽവിയും കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പരിധി ചെയ്ത കാര്യങ്ങൾ സെൽവിക്ക് മനസ്സിലായത്. നിങ്ങളുടെ ഈ സ്വാർത്ഥ സ്വഭാവത്തിന് അടുത്തതെന്ത് ചെയ്യുമെന്നറിയില്ല എന്നും പറഞ്ഞ് സെൽവിയും അപർണയും അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് ആ വീട്ടിൽ നിന്നും വഴക്കിട്ട് ദേഷ്യത്തിൽ വീട് വിട്ടു പോവും. ആദ്യം അവിടുന്ന് പോകാൻ ഒരുങ്ങിയപ്പോൾ നമുക്ക് വേറെ വീട്ടിലേക്ക് മാറാമെന്ന് ഈശ്വരും അവൾക്ക് പ്രോമിസ് ചെയ്തു കൊടുത്തു. എന്നിട്ട് അവിടെ അടുത്ത് തന്നെ പാർക്കിംഗ് ഉള്ള ഒരു ഫ്ലാറ്റ് സെറ്റാക്കും. അതിനുശേഷം വീട്ടിലേക്ക് വന്ന് ആദിയോട് കാര്യം പറയാമെന്ന് കരുതും. എന്നാ അതിനു മുൻപ് പരിധിയോട് കാര്യം പറയാമെന്ന് കരുതി അവരുടെ വീട്ടിലേക്ക് പോവും. പരിധിയും ഈശ്വരനെ അകത്തേക്ക് വിളിച്ചിരുത്തും. എന്നിട്ട് ഈശ്വരും ഞാൻ വേറൊരു വീട് സെറ്റാക്കി, ഞാൻ തന്നെ തോറ്റു പോകാമെന്ന് തീരുമാനിച്ചു. എന്നാൽ അത് നിങ്ങളെ പേടിച്ചല്ല, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഇനി നിങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിധി അവിടെയുള്ളൊരു കുപ്പിയെടുത്ത് ഈശ്വറിൻ്റെ തലക്കടിക്കും. ഈശ്വർ ബോധം കെട്ട് വീണു. എന്നാൽ കുറച്ച് സമയത്തിന് മുൻപ്, അതായത് ഈശ്വർ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് നല്ല മഴ പെയ്യുന്നുണ്ട്. ആദ്യ ജനലടയ്ക്കാൻ വേണ്ടി പോയപ്പോൾ കാല് വഴുതി വീണ് ബ്ലഡ് വന്ന് വേദന എടുത്ത് കിടക്കുവാണ്. അവൾക്ക് എഴുന്നേൽക്കാൻ കൂടി കഴിയുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ നിരങ്ങി വന്ന് ഫോൺ എടുത്ത് ഈശ്വരനെ വിളിക്കും. എന്നാൽ അപ്പോഴേക്കും താഴെ പരിധി ഈശ്വരനെ അടിച്ച് ബോധം കെടുത്തിയിരുന്നു. അപ്പോൾ ആദി ഈശ്വരനെ കോൾ ചെയ്തതും പരിധി ആ കോൾ അറ്റൻഡ് ചെയ്യും. എന്നാൽ ഒന്നും സംസാരിക്കില്ല. ആദി വേദന കൊണ്ട് കരയുന്ന ശബ്ദം പരിധി കേട്ടു. എന്നിട്ട് ഈശ്വരനെ വലിച്ച് ഒരു മൂലയിലേക്ക് കിടത്തി നേരെ മേലെ ആദിയുടെ അടുത്തേക്ക് ചെല്ലും. അവിടുന്ന് കട്ട് ചെയ്ത് പരിധി തിരിച്ച് വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ ഈശ്വരനെ കാണുന്നില്ല. അപ്പോൾ മയക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഈശ്വരും പരിധിയെ അടിക്കും. എന്നിട്ട് ജനലും വാതിലും എല്ലാം അടച്ച് പരിധിയുടെ മൊബൈൽ എടുത്ത് ഓവനിൽ വെച്ച് ഓവൻ ഓൺ ചെയ്തിടും. കൂടെ ഗ്യാസും ഓൺ ചെയ്തിടും. എന്നിട്ട് പുറത്ത് വന്ന് ഡോറും ലോക്ക് ചെയ്തിട്ടു. അതിനുശേഷം മേലെ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ ആദിയെ കാണുന്നില്ല. എന്നാൽ അവിടെ നിലത്ത് ഒരുപാട് ബ്ലഡും അവൻ കണ്ടു. ഈശ്വറിന് വല്ലാത്ത ഭയം തോന്നി. ആദിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കും. അപ്പോൾ ഒരു നേഴ്സായിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്തത്. എന്നിട്ട് ആദിക ഹോസ്പിറ്റലാണെന്നും
അവൾക്ക് കുഞ്ഞ് ജനിച്ച വിവരവും പറയും. ഈശ്വർ നഴ്സിനോട് ആരാണ് അവളെ അഡ്മിറ്റ് ചെയ്തതെന്ന് ചോദിക്കും. നഴ്സും ആ കുട്ടിയുടെ അച്ഛനാണെന്ന് പറയും. അപ്പോഴാണ് പരുതിയാണ് ആദ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതെന്ന് ഈശ്വറിന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഈശ്വർ പരുതിയെ രക്ഷിക്കാൻ വേണ്ടി മെയിൻ സ്വിച്ച് ഓഫാക്കും. അടുത്ത ദിവസം ഈശ്വരും പരുതിയും ഒരുപാട് പരിക്കുകൾ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ഈശ്വർ അവന്റെ കുഞ്ഞിനെ പോയി കണ്ട ശേഷം നേരെ പരുതിയെ കാണാൻ വേണ്ടി പോവും. എന്നിട്ട് പരുതിയോട് നന്ദി പറഞ്ഞ് അവർ വേറെ വീട്ടിലേക്ക് പോവാണെന്നും പറയും. സെൽവിയും ഈശ്വറിനോട് ഒന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു എന്ന് പറയും. ഈശ്വറിന് എന്ത് പറയണമെന്നറിയാതെ മിണ്ടാതെ നിന്നു. അപ്പൊ പരുതിയും സെൽവിയോട് ഈശ്വറിനെ കാണിച്ച് അവന് ഒരു 28 വയസ്സല്ലേ ഉള്ളൂ, എന്നാൽ 60 വയസ്സുള്ള എനിക്ക് വിട്ടുകൊടുക്കണമെന്ന ചിന്ത വന്നില്ല. പിന്നെ 28 വയസ്സുള്ള അവൻ എങ്ങനെയാണ് അത് തോന്നുക എന്ന് പറഞ്ഞ് ഈശ്വറിനോട് സോറി പറയും. ഈശ്വരും അവിടുന്ന് ഒന്നും മിണ്ടാതെ പോവും. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്ത ആ വീടാണ് കാണിക്കുന്നത്. ഈശ്വറിന്റെ ഫാമിലിയും പരുതിയുടെ ഫാമിലിയും അവിടുന്ന് വെക്കേറ്റ് ചെയ്തു പോയി. ഇപ്പൊ ഫസ്റ്റ് സീനിൽ കണ്ട ബ്രോക്കർ ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും വീട് കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. മേലെയും താഴെയും ഏത് വീട് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ കാറുണ്ടോ എന്ന് ചോദിക്കും. അവരും ഇല്ല, ബൈക്ക് ഉണ്ടെന്ന് പറയും. അപ്പോൾ ബ്രോക്കറും ബൈക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിർത്താം, എന്നാൽ കാർ ഉള്ളവർക്ക് ഈ വീട് കൊടുക്കില്ല എന്നാണ് ഹൗസ് ഓണർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അവർ വീട് കാണിക്കും. അങ്ങനെ ആ വീടിന്റെ വൈറ്റ് ഷോട്ട് കാണിച്ച് ഈ സിനിമ അവസാനിപ്പിക്കും. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ ഈഗോ വെച്ചിരിക്കുന്നവന് നഷ്ടങ്ങൾ മാത്രമേ എപ്പോഴും ഉണ്ടാവുള്ളൂ. ആ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.